ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നിട്ട് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ ചുറ്റി വരിഞ്ഞു. എന്നിട്ട് സർപ്പവളെ നെറുകയിൽ കൊത്തി. അറ്റ് ദ സെയിം മൊമെന്റ് ആ കുട്ടി മരിച്ചു. രക്തബന്ധത്തിലുള്ളവർ തന്നെയാണ് ഇത് കെട്ടിക്കൊടുക്കേണ്ടതെന്ന് തിരുമേനി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കെട്ടിക്കൊടുക്കുന്നത് തങ്കേച്ചിയല്ലേ, പിന്നെ അതിലെന്താ കുഴപ്പമുള്ളത്? സുനന്ദേ, ഞാനിതൊന്ന് പൂജാമുറിയിൽ വെക്കട്ടെ. തിരുമേനി വേറെന്തെങ്കിലും പറഞ്ഞോ ഗോപാലേട്ടാ? വേറെ എന്താ? അല്ല, മണ്ണാറശാലയല്ലേ, സർപ്പദോഷത്തിന്റെ കാര്യം എന്തെങ്കിലും? അങ്ങനെ എടുത്തു പറഞ്ഞില്ല. ചരട് കെട്ടിക്കൊടുത്തത് കൊണ്ട് മാത്രമായില്ല, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്ന് പറഞ്ഞു. ദൈവമേ, എന്റെ മോള് നടക്കുന്ന ആപത്തിന്റെ ഗൗരവം അവിടത്തോട് ഞാൻ പറയേണ്ടതില്ല. അവൾക്ക് വേണ്ടി വേറൊന്നും ചെയ്യാനുള്ള പ്രാപ്തി എനിക്കില്ല. എന്റെ മോളെ കാത്തോളണേ. വ്രതവും പൂജയൊക്കെ കഴിഞ്ഞാലും അവൾക്കൊന്നും സംഭവിക്കല്ലേ. കൃഷ്ണമോളോട് ഞാനിങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് അവളുടെ കയ്യിൽ കെട്ടിക്കൊടുത്ത പൂജാ സമയത്ത് അവൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. എല്ലാ ആപത്തിനെയും എന്റെ മോള് മറികടക്കും. എന്റെ മനസ്സില് അങ്ങനെ ഒരു ഉറപ്പ് തോന്നുന്നുണ്ട്. എല്ലാം നന്നായി നടക്കും തങ്കേച്ചി. അവളുടെ നന്മകൾക്ക് മുമ്പില് എല്ലാ ദൈവങ്ങളുടെയും പ്രസാദം ഉണ്ടാവും. കൃഷ്ണയെക്കുറിച്ച് തങ്കത്തിന്റെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം അതുപോലെ തന്നെ നടക്കും. ഈശ്വര. സരിയു, യെസ് യെസ്, ഞാനിവിടെ ഉണ്ടാവും. അതെ അതെ അതെ. ഒരു 1 month ഞാനും നവീനും ഒട്ടും ഫ്രീ ആയിരിക്കില്ല. നീ ഒരു കാര്യം ചെയ്യ, ആഫ്റ്റർ 1 month നമുക്കിത് പ്ലാൻ ചെയ്യാം. എന്നിട്ട് നീ നേരെ കളരിക്കലേക്ക് വാ. ഓ, അതൊന്നും കുഴപ്പമില്ല. ഒരു 1 week താമസിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്യാം. അവരൊക്കെ എന്ത് പറയാനാ? കളരിക്കല് തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാനല്ലേ. എന്താ കളരിക്കൽ കാര്യങ്ങളൊക്കെ? അത് മമ്മി എന്റെ ഒരു ഫ്രണ്ടാ സരിയു. മമ്മി അവളെ കണ്ടിട്ടില്ല. സത്യത്തിൽ അവളെ ഒരു വട്ടുകേസാ. ഏത് നേരം നോക്കിയാലും ഈ പാരമ്പര്യങ്ങളെ കുറിച്ച് പഠനം എന്നൊക്കെ പറഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടക്ക. പിന്നെ അവളെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് നാഗാരാധനയിലും. അതിന്റെ കാര്യം പറയാനാ അവളെ പിന്നെ വിളിച്ചേ. എന്ത് കാര്യം? കളരിക്കല് നാഗാരാധനയും വെച്ചുപൂജയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ പറ്റുമോ, അവിടെ തങ്ങാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അതാ ഞാൻ പറഞ്ഞത് ഒരു 1 month കഴിയട്ടെ എന്ന്. അപ്പോഴേക്കും ഈ പൂജയൊന്ന് അവസാനിക്കുമല്ലോ. ഞാൻ കളരിക്കൽ ഉണ്ടാവുകയും ചെയ്യും. ഞാൻ അവളോട് ഈ സർപ്പബലിയുടെ കാര്യമൊക്കെ പറഞ്ഞു. അവൾക്ക് അതിലൊക്കെ നല്ല അറിവാ. അവളുടെ ഒരു മുത്തശ്ശനുണ്ട്, ഒരു രാമപിഷാരടി. മുത്തശ്ശൻ വിറ്റ്നസ് ആയ ഒരു സർപ്പബലിയുടെ കാര്യം അവളെന്നോട് പറഞ്ഞു. കേക്കണോ മമ്മിക്ക്? പറയൂ. ഇപ്പൊ കളരിക്കൽ നടക്കുന്നില്ലേ, എക്സാക്ട്ലി അതുപോലത്തെ ഒരു സർപ്പബലി മുമ്പ് നടന്നിട്ടുണ്ട്. സർപ്പബലിയുടെ ദിവസം കളം വരച്ച് പുള്ളവന്മാര് പാടിക്കൊണ്ടിരിക്കെ പെട്ടെന്നൊരു വലിയ സർപ്പക്കളത്തിലേക്ക് എഴഞ്ഞു കയറി. എന്നിട്ട് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ ചുറ്റി വരിഞ്ഞു. അവളുടെ എല്ലുകൾ ഇങ്ങനെ പൊടിഞ്ഞുന്നാ കാഴ്ചക്കാര് പറഞ്ഞ. എന്നിട്ട് സർപ്പ അവളുടെ നെറുകയിൽ കൊത്തി. അറ്റ് ദ സെയിം മൊമെന്റ് ആ കുട്ടി മരിച്ചു. കടും നീല നിറത്തിലായിരുന്നു ബോഡി കിടന്നിരുന്നേന്ന്. സർപ്പ
സർപ്പം ചുറ്റി വരുന്നത് കണ്ടപ്പോ തന്നെ എല്ലാവരും സ്ഥലം വിട്ടു. കുറച്ചു കഴിഞ്ഞ് വന്നു നോക്കുമ്പോഴേ പെൺകുട്ടി മരിച്ചു കിടക്കുന്നതാ കാണുന്നെ. മാം, ഈ സർപ്പബലി എന്ന് പറയുന്നത് ഇത്രയ്ക്കും വലിയൊരു കാര്യമായിരുന്നോ? ഉം. ഞാൻ സരയുനോട് ചാൻസസ് ഒക്കെ ചോദിച്ചു. അവള് പറയുന്നത് ബലി നടക്കുന്നിടത്ത് സർപ്പം വരുമെന്നാ. ആ, ഇതിലൊന്നും നമുക്ക് കുഴപ്പമില്ല. സർപ്പം വന്ന് കൃഷ്ണയെ ചുറ്റി വരിഞ്ഞാലും കൊത്തിക്കൊന്നാലും നമുക്കെന്താ? അവള് ചാവുന്നത് തന്നെയാണല്ലോ നമുക്ക് നല്ലത്. ബട്ട് ഈ സർപ്പം ചുറ്റി വരിയുമ്പോ എന്തായാലും ചുറ്റുള്ള ആളുകളൊക്കെ ഓടിപ്പോവും. അത് കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു വരുമ്പോഴേക്കും നാഗത്തറയിൽ നിന്നും അവളുടെ ബോഡി നമ്മൾ എങ്ങനെയെങ്കിലും എടുത്ത് മാറ്റണം. എന്നിട്ട് പകരം ഞാൻ ഇരുന്നാ മതിയല്ലോ. നാഗദോഷം തീരുന്നു, എന്റെ കാര്യം സേഫ് ആവുന്നു. ഹാ, പിന്നെ അവളുടെ ബോഡിയല്ലേ, ഒന്നുമില്ലെങ്കിലും അവിടെ എവിടെയെങ്കിലും കെട്ടിത്താഴ്ത്താം. അല്ലെങ്കിൽ അവളുടെ അമ്മയ്ക്ക് അങ്ങ് വിട്ടുകൊടുത്തേക്കാം, അല്ലേ? ഹാ, സരയു തന്നെ വിളിക്കുന്നത്. ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. ഹലോ, ആ പറ. എന്നിട്ട് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ ചുറ്റി വരിഞ്ഞു. എന്നിട്ട് സർപ്പവളെ നെറുകയിൽ കൊത്തി. അറ്റ് ദ സെയിം മൊമെന്റ് ആ കുട്ടി മരിച്ചു. അത് ശരി, ഞാൻ വരുന്നത് നോക്കി ഇരിക്കാണല്ലേ? ഉള്ളില് നല്ല പേടിയുണ്ടല്ലേ?